അപ്പോൾ ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ലൈറ്റ് മെട്രോ, സബർബൻ റെയിൽവേ കോറിഡോർ, ഇതൊക്കെ ഈ പഞ്ചായത്തുകളുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോഴും 40% മാത്രം നിൽക്കുകയാണ്, വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഉള്ളത് പോലും കൊടുക്കുന്നതിലെ പ്രശ്നമാണ് ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത്. 24% ഈ വർഷം കൊടുത്ത്. ഒന്ന്, ലോക്കൽ ബോഡീസിന് കൊടുക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കുകയും ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ UDF. അതിൻ്റെ ശതമാന കണക്കൊക്കെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സന്ദർഭത്തിൽ തന്നെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്ത. പിന്നെ ശ്രീരാമകൃഷ്ണനോട് പറഞ്ഞു, സ്വയം സംരംഭകത്വ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വയം സംരംഭകത്വ പരിപാടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, രാജ്യത്ത് ഇന്ത്യക്ക് മാത്രമേ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ, ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു ഗവൺമെൻറ് അവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്, പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. നമ്മൾ യങ് എൻ്റർപ്രണേഴ്സ് പോളിസി കേരളത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ആ യങ് എൻ്റർപ്രണേഴ്സ് പോളിസി ടാർജറ്റിൻ്റെ ഡബിൾ സ്ട്രെങ്ത്തിലേക്ക് കേരളത്തിൽ വന്നു. ഇനി പുതിയതായിരിക്കുന്ന സമീപനം കൂടെ നമ്മൾ അതിൻ്റെ ഭാഗമായി, സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായി നമ്മൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും പ്രധാനമായി 860 ആളുകൾ ഒരു പെർ 1 സ്ക്വയർ കിലോമീറ്റർ നമ്മുടെ ജനസാന്ദ്രത. രാജ്യത്ത് അത് 382 ആ സന്ദർഭത്തിൽ നമുക്ക് വലിയ വൻകിട വ്യവസായ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരണീയമായ മാർഗം ഇതുപോലെയുള്ളതായ ന്യൂക്ലിയസ് ആയിട്ടുള്ള MSME ആയിട്ടുള്ള മേഖലകളാണ്. രാജ്യത്ത് ഇന്ന് MSME ആയിട്ട് ബന്ധപ്പെട്ട് നമ്പർ 1 ആയി നമ്മുടെ കേരളം രൂപപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള മേഖലകളിൽ നിന്ന് ബ്രെയിൻ ഗെയിൻ എന്നുള്ള മേഖലകളിലേക്ക് പോകാൻ കേരളത്തിലെ UDFന്റെ സംരംഭകത്വ പോളിസിക്കും സ്റ്റാർട്ടപ്പ് പോളിസിക്കും യങ് എന്റർപ്രൈനേഴ്സിന്റെ ബഡ്ജറ്റിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവസാന ഘട്ടത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോ ഞാൻ ഒന്ന് ഇടപെടട്ടെ. ഈ ബഡ്ജറ്റിന്റെ സാങ്ക്ടിറ്റി തന്നെയാണല്ലോ ഈ വലിയ ചർച്ചയാവുന്നത്. ബഡ്ജറ്റ് തന്നെ ഈ ഘട്ടത്തിൽ ഈ 5ാം വർഷത്തിൽ എല്ലാ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇത് ചിലപ്പോൾ അവതരിപ്പിക്കുമായിരിക്കും, ഈ ഘട്ടം ഉപയോഗിക്കുമായിരിക്കും. അതെ, 5 ബഡ്ജറ്റ് വരേണ്ടടുത്ത് 6ാമത്തെ ബഡ്ജറ്റ്. ഇനിയിപ്പോൾ ഈ വർഷം തന്നെ ചിലപ്പോൾ ഒന്നുകൂടി, ചിലപ്പോൾ എന്നല്ല, ഒരു ബഡ്ജറ്റ് കൂടി വന്നേ പറ്റൂ. അതെ, ജൂണിൽ വരികയും ചെയ്യും. എന്തിന് ഈ ബഡ്ജറ്റ്? അത് അങ്ങനെ തന്നെ കണ്ടില്ല എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? 2 മണിക്കൂർ 54 മിനിറ്റാണ് ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് വായിക്കാനെടുത്തത്. അതിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അത് സിദ്ദിഖാണോ അത് ഉപദേശിച്ചതെന്ന് അറിയില്ല. 2 മണിക്കൂർ 50 മിനിറ്റ് ആണ് KM മാണി റെക്കോർഡ് ഇട്ടിരുന്നത് ഇത്രയും കാലം. അത് 4 മിനിറ്റ് കൂടെ കൂടുതൽ എടുത്ത് നിർത്തി. അങ്ങനെ ഒരു പ്രാധാന്യമേ ഉള്ളൂ. ബജറ്റ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റാണ്. ഫിനാൻഷ്യൽ സ്ട്രാറ്റജി അതുപോലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിനേക്കാൾ എല്ലാം ഉപരി വേറെ പ്രാധാന്യം, ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ഉപകരണമാണ്. അതായത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക എത്ര, ഏതെല്ലാം ഇനത്തിലാണ് പിരിച്ചെടുക്കുന്നത്, ഗവൺമെൻറ് ജനങ്ങൾ കൊടുത്ത അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയെല്ലാം ഞങ്ങൾ പണം വെച്ച് ചിലവാക്കാൻ പോകുന്നു, എന്താണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതുപോലെ പ്ലാനും. പക്ഷേ പ്ലാനും വേണ്ട, ബജറ്റും വേണ്ട എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ഒരു നിയോ ലിബറൽ ചർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും സർക്കാരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ വരും. ഇപ്പോൾ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെക്സ് അടിക്കാനുള്ള കുറേ അനൗൺസ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടാണ് ബജറ്റ്. ഫ്ലെക്സ് വ്യവസായം, ഫ്ലെക്സ് മാഫിയ, അങ്ങനെ ഗംഭീരമായിട്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലുടനീളം നിരവധി ഫ്ലെക്സുകളിലേക്ക് പോകാൻ പോവുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുക. അതായത് ഇനി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചങ്ങ് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടായില്ല, ഞങ്ങൾക്ക് ഇതായി നികുതി പിരിക്കാൻ പറ്റിയില്ല, നടപ്പിലാക്കിയില്ല, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുക. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ശ്രീ ജോൺ സാമുവൽ, ബഡ്ജറ്റ് ഇപ്പം നേരത്തെ ഡോക്ടർ KN ഹരിലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ബഡ്ജറ്റിൻ്റെ പ്രാധാന്യം മാത്രമല്ല, ട്രഷറി പോലും വേണ്ട എന്നുള്ള ഒരു സങ്കല്പം പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു സർക്കാർ എന്ന് പറയുന്നത് ഖജനാവിലാണ് ഇരിക്കുന്നത് എന്നാണ് പണ്ട് മുതലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഖജനാവ് പോലും ഇല്ലാത്ത ഒരു സർക്കാർ പോലും വേണ്ടാതെ കാര്യങ്ങൾ നടന്നോളും എന്നുള്ള നിയോ ലിബറൽ ചർച്ചയാണ് ഡോക്ടർ KN ഹരിലാൽ ഇവിടെ എടുത്തിട്ടത്. ഈ ബഡ്ജറ്റിൻ്റെ ചില അംശങ്ങൾ കൂടി താങ്കൾ ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ കാണുന്നത് ഈ കാഴ്ചയാണോ? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബജറ്റിൻ്റെ അകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ബജറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി. ബജറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിയുള്ള പ്രശ്നമാണ് എല്ലാ റിവൈസ്ഡ് എസ്റ്റിമേറ്റും ബജറ്റ് എസ്റ്റിമേറ്റും തമ്മിലുള്ള കൺസിസ്റ്റൻറ്റ്. പിന്നെ നമ്മൾ ഇൻഫ്ലേറ്റഡ് റവന്യൂ പറയും. റവന്യൂ കമ്മി കുറച്ച് കാണിക്കാൻ വേണ്ടി റിയലി നമുക്ക് അത്രയും റവന്യൂ കളക്ട് ചെയ്യാൻ നോക്കില്ല, എക്സ്പെൻഡിച്ചർ കൂടും.
യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് കൊണ്ട് പൈസ ചിലവാക്കത്തില്ല. ഇതാണ് സംഭവിച്ചിട്ട്. അത് ഇഷ്യൂ ഓഫ് ബജറ്റ് ഇൻറ്റഗ്രിറ്റിയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബജറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ഇതിപ്പോൾ പറഞ്ഞല്ലോ ഈ ബഞ്ച് ചെയ്ത് ചിലവഴിക്കുമെന്ന്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇവിടെ സെസ് മദ്യപന്മാർക്കൊരു സെസ് ഉണ്ട്. അപ്പോൾ അത് ചിലവഴിക്കേണ്ട സുബോധം എന്ന് പറഞ്ഞൊരു നല്ല പ്രോഗ്രാമൊക്കെ ചെയ്തു. ഇതുവരെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏപ്രിൽ തൊട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഏപ്രിൽ തൊട്ട് സെസ് ഭരിക്കുക. ഇതിൻ്റെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ട്രഷറി മാനേജ്മെൻറ്റിൻ്റെ അത് പ്രശ്നമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലാൻ സ്പേസിൽ പോയാൽ നമുക്ക് മൊത്തത്തിലുള്ള ഇത് കിട്ടും. ഛത്തീസ്ഗഡിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ 2-3 സംസ്ഥാനങ്ങളിൽ വൗച്ചർ എക്സ്പെൻഡിച്ചർ വരെ നമുക്ക് കിട്ടാൻ നോക്കും. ഇതിവിടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് അത് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ 4 മാസത്തിലും ക്വാർട്ടർലി ബജറ്റ് അനാലിസിസ് അസംബ്ലി വെക്കുകയും ജനസമക്ഷം വെക്കുകയും ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ കുറ്റമല്ല. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് ഇത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ്, ഇപ്പോൾ ഈ UDFന്റെ കാലത്ത് പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഓർമ്മിപ്പിക്കുന്നത് മുൻകാലങ്ങളിലൊന്നും ഒരു ബഡ്ജറ്റിലും കേൾക്കാത്ത ചർച്ചകളാണ് കഴിഞ്ഞ 2-3 വർഷമായി നമ്മൾ കേൾക്കുന്നത്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള പല പൊളിറ്റിക്കൽ ആണെന്നും പറയാം, ഇല്ലീഗൽ ആണെന്നും പറയാം. 2001 മുതൽ ഇന്ത്യയിലെ ബജറ്റ് ഇതും ചർച്ച ചെയ്യുന്ന എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ ടെൻഡൻസി കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ പറയുന്നത് ബജറ്റ് ജനങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഈ വർഷവും ബജറ്റിൻ്റെ ഡിസ്കഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പറഞ്ഞു ഇത് പിന്നെ നിയമസഭയ്ക്കകത്തോ സെക്രട്ടേറിയറ്റിലോ ചെയ്യാൻ ജനങ്ങളുമായിട്ട് ബജറ്റ് ഡിസ്കസ് ചെയ്യണം. ജനങ്ങളുടെ ഈ ബജറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി, ഇത് നമ്മുടെയൊക്കെ പിന്നെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എടുത്തിട്ടാണ് മന്ത്രിമാർ വണ്ടി ഓടിക്കുന്നതും പെട്രോൾ ഒഴിക്കുന്നതും MLA-മാർക്ക് ഫണ്ട് കിട്ടുന്നതും എല്ലാം. അപ്പോൾ ഈ ബജറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി എല്ലാ കാര്യത്തിലും, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ 2 മാസത്തിന് എത്ര കോൺഫറൻസ് വരുമെന്ന് നോക്ക്. ഈ കോൺഫറൻസിലെല്ലാം എത്ര ലക്ഷം രൂപ ഫ്ലക്സ് അടിക്കുന്നു നോക്ക്. ഒരു കോൺഫറൻസ്, ഞാൻ പേര് പറയുന്നില്ല, 65 ലക്ഷം രൂപയാണ് ഞങ്ങൾ വിവരാവകാശം അനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റ് മാത്രം കൊടുത്തത്. ഇതിൻ്റെ അവിടുന്ന് ഒറ്റ ഔട്ട്പുട്ട് വരുന്നില്ല. കേരളത്തിൽ സെൻറ്റർ ഫോർ പാർലമെൻ്ററി സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരുടെ പിന്നെ ജേണൽ നിങ്ങൾ കൊടുത്താൽ തെങ്ങ് ഗവേഷണം, കൈതച്ചക്ക വളർച്ച, കേരളത്തിൽ സെൻറ്റർ ഫോർ പാർലമെൻ്ററി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിയമസഭ എന്തൊക്കെ ചെയ്യുന്നുള്ള ഒരൊറ്റ ഈ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം ഇത് UDFന്റെ കാലത്ത് മാത്രമല്ല. കാരണം എന്ന് പറഞ്ഞാൽ LDFന്റെ കാലത്ത് AKPCT UDFന്റെ കാലത്ത് അത് പ്രൊഡക്ടിവിറ്റിയാണ്. ഇതിലൊക്കെ പെട്ട ഒരാളുടെ അടുത്ത് എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. ഡോക്ടർ മേരി ജോർജ്, താങ്കൾ ഉൾപ്പെടെ, താങ്കളൊരു അധ്യാപികയൊക്കെ ആയിരുന്നു, ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ ഉദ്യോഗസ്ഥരുടെ മേഖലകളിൽ വരേണ്ട പുനർവിന്യാസത്തെക്കുറിച്ചും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചും ഒക്കെ വളരെയധികം പഠിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്ത സമിതികളിലുള്ള ആളാണ്. അവിടെ ഉള്ള ഉപദേശങ്ങളൊക്കെ വന്ന് ചർച്ച ചെയ്ത് വലിയ ഘോരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഡോക്ടർ മേരി ജോർജും ഒക്കെ. അതിനെയൊക്കെ തൃണവൽഗണിക്കുന്ന പ്രഖ്യാപനങ്ങളല്ലേ ഇതിനകത്ത് തന്നെ കാണാൻ സാധിക്കുന്നത്. പുതിയ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള പുതിയ സെൻറ്ററുകൾ, പുതിയ സംരംഭങ്ങൾ എന്നല്ല പറയേണ്ടത്, പുതിയ സ്ഥാപനങ്ങൾ തന്നെ ആളുകളെ കുത്തി നിറയ്ക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ. ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള കമ്മീഷനെയും തീറ്റിപ്പോറ്റിയവർ തന്നെ ഇതിന് മറു രീതിയിൽ പെരുമാറുമ്പോൾ സിദ്ദിഖ് അതിന് മറുപടി പറയുമായിരിക്കും. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഒന്നാമത് തീറ്റിപ്പോറ്റിയ കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് 12,500 രൂപയായിരുന്നു ഓണറേറിയമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് പോട്ടെ, ഞങ്ങൾ പെൻഷൻ എനിക്കതൊരു വിഷമമില്ല. അത് കുറച്ച് പോയെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ ബജറ്റിനെ പറ്റി ഒന്നാമത് ഇതൊരു ഇടക്കാല ബജറ്റാണ്. അപ്പോൾ ഈ ഒരു ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞാൽ 4 മാസത്തെ ചെലവിനുള്ള പണം വാങ്ങിച്ചെടുക്കുക, അസംബ്ലിയിൽ നിന്ന് പെർമിഷൻ വാങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി പുതിയ ഗവൺമെൻറ് വരുന്നവരെ. അപ്പോൾ പുതിയ ഗവൺമെൻറ്റായിട്ട് ഞങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞ് ചില പ്രഖ്യാപനങ്ങൾ വെച്ചിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഇതൊരു സീരിയസ് ബജറ്റ് എക്സർസൈസ് ആയിട്ട് നമ്മൾ കാണണോ എന്ന സംശയം എനിക്കുണ്ട്. പക്ഷേ ഇതുവഴി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഞങ്ങളുടെ കരുതൽ, നിങ്ങൾക്ക് അതൊരു കരുതൽ സ്പർശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ വീഴട്ടെ. അതായത് ഡോക്ടർ മേരി ജോർജ്, താങ്കൾക്കത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം അതിനായിരുന്നു. ഇതിനെ പച്ച മലയാളത്തിൽ ഇലക്ഷൻ
സ്റ്റണ്ട് എന്ന ഇംഗ്ലീഷ് വാക്ക് കൂടി ഉപയോഗിക്കുക, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്, മലയാളം അല്ലാതെ. അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രഖ്യാപനങ്ങൾ കണ്ടേനെ. അത്രയധികം പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാൻ വേണമെങ്കിൽ 2011-12 ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചവർ ഡോക്ടർ ഐസക് 40,000 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കേട്ടോട്ടെ. ഞാനിങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എനിക്കത് പറയണ്ടേ. അതിലെ ടീച്ചർ പറഞ്ഞതും ഇപ്പോൾ സിദ്ദീഖ് പറഞ്ഞ ഒന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അൽബറാഖ് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചത്. 40,000 കോടി സമാഹരിക്കാൻ കഴിയുമെന്ന് ഇന്നും കഴിയുന്ന ഒരു കൺസെപ്റ്റാണത്. അതായത് ഈ പലിശയ്ക്ക് പണം നിക്ഷേപിക്കാൻ തയ്യാറില്ലാത്ത, അത് ഹറാമാണെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ആളുകൾ പ്രവാസികളായിട്ടും നിക്ഷേപകരായിട്ടുമുണ്ട്. ഹലാലായി അല്ല എല്ലാവരും പക്ഷേ പലിശ ഉപയോഗിക്കുന്നുണ്ട്. ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് വലിയ തോതിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറുള്ളവരുണ്ട്. അത് 5 ലക്ഷം തൊട്ട് മുകളിലേക്ക് എത്രയും നിക്ഷേപിക്കാവുന്ന ഒരു വലിയ പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയോടുകൂടി വന്നാൽ 40,000 കോടി 6 മാസം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു പ്രശ്നം വരില്ല, അതിനുള്ള പണമുണ്ട്. ആ കൺസെപ്റ്റിൻ്റെ അതിന് ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കി. പക്ഷേ അതിൽ സാങ്കേതിക കുരുക്കുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. പക്ഷേ ആ കൺസെപ്റ്റ് തെറ്റായിരുന്നു എന്നും അതൊരിക്കലും പ്രായോഗികമല്ല എന്നും നമ്മൾ അങ്ങനെ എഴുതി തള്ളാൻ പാടില്ല. 2011 ബജറ്റ് പ്രസംഗത്തില് ഐസക്കിന്റെ ബജറ്റ് പ്രസംഗം ഉണ്ടല്ലോ, എടുത്തു നോക്ക്. അതിന്റെ അകത്ത് ഇതുപോലെ തന്നെ പ്രോമിസസ് ഉണ്ട്. അത് എല്ലാവരും സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം ടി സിദ്ദിഖ് എന്തായാലും ഡോക്ടർ ഐസക് അന്ന് ചൂണ്ടിക്കാട്ടിയ ഇസ്ലാമിക് ബാങ്ക് ഒരുപാട് ചർച്ചാ വിഷയമായതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താമായിരുന്നു എന്നുള്ള ബുദ്ധി പോലും കാണിച്ചില്ല. എന്നതിന് ശേഷം ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞിട്ട് മുൻപ് നടപ്പിലാക്കാതെ പോയ കാര്യങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മേലെ ഈ കനിവിൻ്റെ പ്രയോഗം ഉപയോഗിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അത് ഇനിയും ചിലവാകുന്നതാണോ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഡോക്ടർ സിദ്ദീഖ്? ഒന്ന്, ഐസക് പറഞ്ഞത് 40,000 കോടി രൂപ ഇസ്ലാമിക് ബാങ്ക് വഴി മൊബിലൈസ് ചെയ്ത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് പുള്ളി കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി വിഭാവനം ചെയ്തു. ബഡ്ജറ്റിൽ ഒരു നയ പൈസ കിട്ടിയില്ല. ഡാമുകളിൽ നിന്ന് മണലെടുത്ത് ആ മണൽ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി പദ്ധതി പ്രഖ്യാപിച്ചു. നയ പൈസ നടന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടെക്നോ പാർക്ക് പണയപ്പെടുത്തി പുള്ളി പ്രഖ്യാപിച്ചു, നടന്നില്ല. അങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാത്ത നിരവധി പ്രഖ്യാപനങ്ങൾ അടങ്ങിയതായിട്ടുള്ള ബഡ്ജറ്റ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ പ്രഖ്യാപിച്ചു, നടപ്പിലാക്കി. ഞങ്ങൾ എയർപോർട്ട് ഹലോ അല്ല ശ്രീരാമകൃഷ്ണൻ ഇടയ്ക്ക് കയറി ഇടപെടല്ലേ. നിങ്ങൾക്ക് ഈ പേരുകൾ പറയുമ്പോൾ ഭയവും പേടിയുക. ജനങ്ങൾ ഇതൊക്കെ കേട്ടുപോകുന്നുള്ള ഒരു പ്രയാസവും വിഷമവും പ്രയാസവുമാണ്. അതെനിക്ക് മനസ്സിലാവും, ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നടപ്പിലാക്കിയ കാര്യങ്ങളിൽ കൃത്യമായ കുടുംബത്തിന് 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നു. ഉപദേശം സ്വീകരിച്ച് ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകാനാണോ? 1 രൂപയ്ക്ക് അരി അല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞ പട്ടികയെ സംബന്ധിച്ച് ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഇപ്പം പൊതുവിതരണ സംവിധാനം വിലക്കയറ്റമാണല്ലോ നമ്മളെ ഏറ്റവും ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. 10 കോടി രൂപയാണ് ഇത്തവണ നീക്കി വെച്ചത്. കൺസ്യൂമർ ഫെഡിൻ്റെ എല്ലാ സംവിധാനങ്ങളും പൂട്ടി, സിവിൽ സപ്ലൈസ് ഇല്ലാതായി, കോർപ്പറേഷൻ്റെ സ്റ്റോറുകളൊന്നും ഇല്ലാതായി, മാവേലി സ്റ്റോറുകൾ ദുർബലമായി, വിലക്കയറ്റം. എന്നാൽ അങ്ങനെ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മന്ത്രി എന്തായത് 25 കോടി കൊടുത്തിട്ട് 4.25 കോടിയാണ് ചെലവഴിച്ചത്. യെസ്, എന്തായാലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ടി സിദ്ദിഖ് എന്തായാലും നേട്ടങ്ങളുടെ പട്ടിക എണ്ണി പറയാൻ ടി സിദ്ദിഖിനായില്ല എന്നൊരു പരാതി ഇപ്പോഴും ഉണ്ട്. അത് അടുത്ത ദിവസങ്ങളിലെങ്കിലും പരിഹരിക്കേണ്ടി വരും. ചർച്ച അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ബഡ്ജറ്റിനെ സംബന്ധിച്ച ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ടി സിദ്ദിഖ്, ശ്രീരാമകൃഷ്ണൻ, ഡോക്ടർ മേരി ജോർജ്, ജോൺ സാമുവൽ, ഡോക്ടർ KN ഹരിലാൽ. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് CPM-നെ ഭീകര സംഘടനയാക്കാനുള്ള RSS ഗൂഢാലോചനയാണോ P ജയരാജൻ സംഭവത്തിന് പിന്നിൽ? ഇടവേളയ്ക്ക് ശേഷം. ICL News and Views brought to you by ICL. ഗോൾഡ് ലോണിന് വെറും 9% പലിശ നിരക്ക്. Join ICL. Grow with us. Designed with the touch of God. Chemanur International Jewelers. GITD കേരളത്തിലെ #1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. Fatima Gold, Kannur, Kambil, Mattanur. Coming soon at Payyanur. Milky Den from Papai, the real taste of Europe. അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വെഹിക്കിൾ ലോണും പേഴ്സണൽ ലോണൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. UAE എക്സ്ചേഞ്ച്. ഹാൻഡെക്സ് കൈത്തറി വസ്ത്രങ്ങൾ.
ഇഴപിരിയാത്ത ആത്മബന്ധം. ഹാൻഡെക്സ്. ICL ന്യൂസ് ആൻഡ് വ്യൂസ്. നീ ഇത് എവിടേക്കാ ധൃതിയില്? ഞാൻ കുറച്ച് ഗോൾഡ്. എന്തോന്ന്? അവൻ സുധയുടെ കുറച്ച് സ്വർണം പണയം വെക്കാൻ പോവുക. സെക്കൻഡ് ഹാൻഡ് കാർ നല്ല ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ടത്രേ. എവിടെയാ പണയം വെക്കുന്നത്? അതിപ്പോ എവിടെയായാലും ഒരുപോലെയല്ലേ ഏട്ടാ. കാണുമ്പോ അങ്ങനെ തോന്നും. എടാ, സ്വർണ്ണം ഒരു ഇമോഷണൽ അസറ്റാ. അത് പണയം വെക്കുമ്പം നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരിടത്ത് തന്നെ വേണം. എന്ന് വെച്ചാ ഏറ്റവും കൂടുതൽ പണം കിട്ടണം, കുറഞ്ഞ പലിശയായിരിക്കണം, പിന്നെ വേഗത്തിലും വേണം. നീ ഇനി അവിടെ എവിടെയൊന്നും കറങ്ങണ്ട, നേരെ നമ്മുടെ ICL-ലോട്ട് ചെല്ല്. ഈ ഏട്ടൻ ഗ്യാരണ്ടി. ICL ഗോൾഡ് ലോൺ. പലിശ കുറവ്, പണം കൂടുതൽ, ഏറ്റവും വേഗത്തിൽ. ICL ഗോൾഡ് ലോൺ, സ്വർണം പോലെ വിശ്വസിക്കാം. ICL, the bond of trust. Smack your lips at strawberry in a new way. Lollipop from Popeye ice cream. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. കൺമുമ്പിൽ നീ ഒരു കാവ്യമായി, കാലത്താൽ മായാത്ത ഈ രൂപഭംഗി നിലനിൽക്കട്ടെ ശരിക്കും അതേപോലെ പേയേഴ്സ് കൊണ്ട്. ഇതിലുണ്ട് 98% പ്യുവർ ഗ്ലിസറിൻ. അത് നിങ്ങളുടെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുന്നു. അങ്ങനെ അത് യങ് ആയിരിക്കുന്നു. അതേപോലെ ഇരിക്കൂ, യങ് ആയിരിക്കൂ. പേയേഴ്സ്. The sense of security. The sense of strength. The sense of beauty. ഹൃദയത്തിൽ താഴിട്ട് പൂട്ടിയ വിശ്വാസം. Mastiff Locks and Security Systems. 10 years warranty from the House of Brass World. കുളത്തിൽ കുളിക്കാൻ പോകുന്ന സാറെ കുളിച്ചു കയറുമ്പോ ചെരുപ്പ് കാണല്ലോ. ഇൻസ്പെക്ടർ, നിങ്ങളുടെ യൂണിഫോം എവിടെ? സർ, സാറിന്റെ ചെരുപ്പ്. ആ ചെരുപ്പുകൾ എന്നെ ഉടൻ പിടിക്കുക. എനിക്കൊരു ക്ലൂ തരൂ ഈശ്വരാ. ക്ലൂ കിട്ടി സാറേ. മോഷണം പോയതെല്ലാം ഒരേ ബ്രാൻഡാ, VKC പ്രൈഡ്. സാറിന്റെ ചെരുപ്പം പോയി. ഇപ്പോ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC പ്രൈഡ്. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC പ്രൈഡ്. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജനെ തലശ്ശേരി സെഷൻസ് കോടതി 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ UAPA ചുമത്തിയതിനാലാണ് 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KK രാഗേഷ് MP, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവർ. ശ്രീ KK രാഗേഷ്, CPM-നെ ഭീകര സംഘടനയാക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, RSSന്റെ ഗൂഢാലോചനയാണെന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വാസ്തവത്തിൽ RSSന്റെ ഗൂഢാലോചന മാത്രമല്ല, RSSന്റെ ഗൂഢാലോചനക്ക് കോൺഗ്രസ് എല്ലാ പിന്തുണയും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നുണ്ട്. ഇന്ത്യയിലാകെ BJP എവിടെയെല്ലാം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്ക് ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും വിധേന ഒരു വർഗീയ കലാപം സംഘടിപ്പിക്കുക, ആ കലാപത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അങ്ങനെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക. അതാണ് അവരുടെ എല്ലാ ഘട്ടത്തിലെയും അജണ്ട. കേരളത്തെയും അവർ ലക്ഷ്യം വെക്കുമ്പോൾ വർഗീയമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത്തരം പരിപാടി, അതിന് SNDP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണയൊക്കെ അവർക്ക്, അതിൻ്റെ നേതൃത്വത്തിൻ്റെ പിന്തുണയൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ CPIM എടുത്ത സമീപനം, ശക്തമായിട്ടെടുത്ത സമീപനമാണ് BJP ലക്ഷ്യം വെക്കുന്നത് പോലെ കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് CPM-നെ RSSും BJP ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ അതിന് അവർ തിരഞ്ഞെടുത്ത ഒരു ജില്ല കണ്ണൂർ ജില്ലയായിരുന്നു. കാരണം കണ്ണൂർ ജില്ലയിൽ CPIM-ന്റെ ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു ജില്ല എന്നുള്ള നിലയിൽ ശക്തി കേന്ദ്രത്തെ തന്നെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ കണ്ണൂർ ജില്ലയെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയെ തന്നെ കള്ളക്കേസിൽ കുടുക്കി ഉമ്മൻചാണ്ടിയുടെ സഹായത്തോടു കൂടി UAPA ചുമത്തിക്കൊണ്ട് ജയിലിലടക്കുക. CBIയുടെ കയ്യിൽ കേസ് കൊടുത്തിട്ട് നിങ്ങളെന്തോ ആയിക്കോ,
നിങ്ങൾ ശരിപ്പെടുത്തിക്കോ എന്നുള്ളൊരു സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്താ? കേരളത്തിൽ UDF സംബന്ധിച്ചിടത്തോളം ഇനി നിൽക്കാൻ കഴിയില്ല. അപമാനകരമായിട്ടുള്ള ഒരവസ്ഥയിലാണുള്ളത്. അധാർമികമായ ഒരു ഗവൺമെൻറ്റാണ്, നാണം കെട്ടൊരു ഗവൺമെൻറ്റാണ്, ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനി അധികാരത്തിൽ തുടരാൻ കഴിയില്ല. അത് സാധിക്കണമെങ്കിൽ UDF തോൽപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഏക ശക്തി CPIM ഇടതുപക്ഷമാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ ദുർബലമാക്കിയാലോ? ജനവിരുദ്ധ നയങ്ങളിൽ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴും ഇടതുപക്ഷം ദുർബലമായാൽ വീണ്ടും അങ്ങ് ഭരിച്ചു കളയാമെന്നുള്ള വ്യാമോഹമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് BJP വളർന്നാലും BJPക്ക് എന്ത് സഹായം ചെയ്തു കൊടുത്താലും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക, CPIM ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്, ഉമ്മൻചാണ്ടിക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൃത്യമായ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ RSS കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി തുടക്കം മുതലുള്ള സംഭവങ്ങൾ താങ്കൾ എടുത്തു നോക്കൂ. UAPA ചുമത്തിയത്, അത് ഉടനെ തന്നെ CBIക്ക് വിട്ടത്, ഇങ്ങനെ രാഷ്ട്രീയ കേസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UAPA കേരളത്തിൽ ചുമത്തപ്പെടുന്നത് രാഷ്ട്രീയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഉടനെ തന്നെ CBIക്ക് കൊടുക്കുന്നു. CBIയെ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിലടച്ച തത്തയായ CBIയെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. വളരെ ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടത്തിയത്. ഇതിൽ നമ്മുടെ കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ CPIM ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് RSSൻ്റെ അജണ്ടയ്ക്ക് വിധേയമാകുന്ന കോൺഗ്രസിൻ്റെ സമീപനമാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അതിന് ജയരാജനെ ഒരു ഇരയാക്കി മാറ്റുകയാണ് ചെയ്തത്. ജയരാജൻ യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ ഒരു ഇരയാണ്. CPM ജില്ലാ സെക്രട്ടറി ആയി പോയി. ഇതാണ് CPM പറയുന്നത്. രാഷ്ട്രീയമായി CPM തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന, അതിൽ RSS ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ BJPയുടെ ഇടപെടൽ കൂടി വരുമ്പോൾ അവർക്കത് എളുപ്പമാകുന്നു. അതിന് സഹായകരമാകുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ, ഉമ്മൻചാണ്ടിയും ഇടപെട്ടിരിക്കുന്നു എന്നുള്ള ഗൂഢാലോചനയുടെ കാര്യം. അതാണ് KK രാഗേഷ് പറഞ്ഞത്. നിയമപരമായി ഇതിൻ്റെ പല ഘട്ടങ്ങളും പരിശോധിക്കുമ്പോൾ അവരുടെ ഈ നിലപാടിന് ശക്തി പകരുന്ന കാര്യങ്ങളാണോ ഉണ്ടായിട്ടുള്ളത്? ഡോക്ടർ ലാല് ഈ വിഷയത്തെ ഒരു വൈകാരിക സമീപനത്തിൽ നിന്നും മാറ്റി നമ്മളിതിൻ്റെ നിയമപരമായിട്ടുള്ള വശവും പ്രത്യയശാസ്ത്രപരമായി ഈ ഒരു നിയമത്തിൻ്റെ പൗരാവകാശ ലംഘനത്തിൻ്റെ ഭാഗവും കൂടി പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ രാഗേഷ് വിശദീകരിച്ച ആ കാര്യങ്ങളിലേക്ക് ഒരു ഊർജം പകരുന്ന കാര്യമായി വിലയിരുത്താൻ കഴിയാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ UAPA ചുമത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അന്വേഷണ ഘട്ടം നടക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പൗരന് മറ്റ് ഇതര വകുപ്പുകൾ ചുമത്തി കേസ് നടത്തുമ്പോൾ കിട്ടേണ്ടതായിട്ടുള്ള നീതി നിഷേധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേസിലെ കുറ്റകൃത്യത്തിന്റെ ഒരു ഗൗരവം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കേസിൽ പറയുന്നത് കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന നടത്തി ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തു. ആ കൊലപാതകം നടപ്പിലാക്കുകയും ചെയ്തു. കൊലപാതകത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ആ കുറ്റപത്ര സമർപ്പണത്തിന്റെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈ ശ്രീ ജയരാജന് ജൂൺ മാസം 2015 നോട്ടീസ് കൊടുക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം പ്രതിയാണ് എന്ന് CBI കോടതിയിലോ മറ്റെവിടെയും പറഞ്ഞിട്ടില്ല. ഒന്നാം ഘട്ടത്തിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ അത് പറഞ്ഞില്ല. രണ്ടാം ഘട്ടം നോട്ടീസ് കൊടുത്തി അദ്ദേഹം ഇത് ഹാജരാകാതിരിക്കുന്ന ഘട്ടത്തിൽ അപ്പോഴും ഈ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല. പിന്നീട് ഇതിൽ ഒരുപക്ഷെ ഇതിൽ നിയമപരമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ശ്രീ ജയരാജന്റെ കോടതിയിൽ പോകാൻ പ്രാപ്തിയുള്ളയാളാണ് ഉയരങ്ങളിലെ. അതുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ അവിടെ ഉത്തരം പറയാനായിട്ട് ബുദ്ധിമുട്ട് വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തെ പ്രതിയാക്കി കേസ് കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന UAPA പ്രകാരമുള്ള കുറ്റകൃത്യത്തില് ആസ്പദമായ കാര്യങ്ങൾ സമാനമായിട്ടുള്ള മറ്റൊരു നിയമമാണല്ലോ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മറ്റേത് കേസിൽ കൊടുക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B എന്ന ഗൂഢാലോചന വകുപ്പ്, ആ വകുപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ തെളിയിക്കാമായിരുന്നു. അങ്ങനെ നിരവധി കേസുകൾ ഇതിനു മുൻപും ഈ UAPA പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് 1967 നിയമവും 2008 അത് ഭേദഗതിക്ക് വിധേയമായെങ്കിൽ തന്നെയും ഈ നിയമങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണല്ലോ കേരളത്തിൽ ഇതിനു മുമ്പ് കേസുകളെല്ലാം അന്വേഷണം നടത്തിയത്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൂ. ഇതിലെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട മറ്റിതര കാലഘട്ടങ്ങളിൽ, അടിയന്തരാവസ്ഥ കാലത്താണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്ന നക്സൽ വേട്ടയുടെ ഒക്കെ എല്ലാം കാലഘട്ടത്തിലാണെങ്കിലും ഈ UAPA എങ്ങും ആരും ചുമത്തിയിട്ടില്ല, എങ്ങും ചുമത്തിയിട്ടില്ല.
ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പ്രസക്തമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിലെ കുറ്റവാളികളെ നേരിട്ടതും കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചതും. അപ്പോ ഈ പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ തന്നെ പര്യാപ്തമാണെന്നിരിക്കെ ഇപ്രകാരം ഒരു വകുപ്പ് UAPA, അതായത് യാതൊരു കാരണവശാലും ജാമ്യം കിട്ടാനോ ഉള്ള അർഹത നേടാത്തതും മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ലാത്തതുമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന് അമിതമായ അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു വകുപ്പ്, നിയമം കാർക്കശ്യമാകുമ്പോൾ അതിന്റെ വകുപ്പുകൾ കാഠിന്യമേറുമ്പോൾ അതിന്റെ ശിക്ഷ കാഠിന്യമേറുമ്പോൾ ജുഡീഷ്യൽ സമൂഹം പൊതുസമൂഹം എല്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ കാർക്കശ്യം എല്ലാം തന്നെ എതിർ വിഭാഗത്തിലുള്ള ആളുകളെ, രാഷ്ട്രീയ പ്രതിയോഗികളെ അകത്താക്കുവാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അവിടെയാണ് ഈ കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമത്തിന്റെ ഒരു പൗരാവകാശ ലംഘനമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശ്രീ ജയരാജനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 120 വകുപ്പ് പ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ കേസ് മാത്രമാണ് ആരോപിക്കുന്നത് എങ്കിൽ, ഈ കുറ്റകൃത്യം യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ സാക്ഷ്യമൊഴികളിലൂടെ തെളിയിക്കാൻ കഴിയുന്നതാണെങ്കിൽ തെളിയിക്കാം എന്നിരിക്കെ ഇതുപോലുള്ള കടുത്ത നിയമങ്ങൾ അല്ലെങ്കിൽ കാർക്കശ്യമുള്ള നിയമങ്ങൾ, ദാക്ഷിണ്യമില്ലാത്ത നിയമങ്ങൾ ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പൗരാവകാശം ലംഘിക്കണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് അടിയന്തരാവസ്ഥയെ പോലും ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം അഡ്വക്കേറ്റ് ഉദയഭാനു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ വിഷയത്തിൽ കണ്ണൂരിൽ CPM-നെ തൽക്കാലം തകർക്കാനുള്ള ശ്രമം നടത്തിയാൽ, അത് വിജയിച്ചാൽ ഉപയോഗപ്പെടുന്നതിൽ ഏറ്റവും ആദ്യം നിൽക്കുക BJP ആയിരിക്കാം, RSS ആയിരിക്കാം. പക്ഷേ അതിന് മറ്റു ചില ഗുണഭോക്താക്കൾ കൂടി ഉണ്ട് എന്ന് രാഷ്ട്രീയമായ കണ്ടെത്തലുണ്ട്. അതിന് അടിസ്ഥാനം നൽകുന്നത് വെറും 120B IPC എടുത്ത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അഡ്വക്കേറ്റ് ഉദയഭാനു ചൂണ്ടിക്കാട്ടിയ കേസിൽ UAPA ചാർത്തുമ്പോഴാണ് ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം തുടങ്ങുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്നവർ തന്നെയാണ്. കോൺഗ്രസ് എന്താണ് ഈ കാര്യത്തിൽ മറുപടി പറയുന്നത്? ഞാനിതിനകത്ത് ബിലാൽ ഒരു ഇൻഡിവിജ്വൽ കേസസിനെ കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ഉള്ള പരാമർശങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. UAPA പോലെ, പോട്ട പോലെ ഉള്ള കിരാത നിയമങ്ങൾ, കാർക്കശ്യത്തോടുകൂടി ജനങ്ങളുടെ പൗരാവകാശങ്ങളെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങളെ ഞാൻ വ്യക്തിപരമായി ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ആളല്ല. അല്ലാതെ തന്നെ അഡ്വക്കേറ്റ് ഉദയഭാനു ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏത് കേസുകളും ഏത് കുറ്റകൃത്യത്തെയും കൈകാര്യം ചെയ്യാൻ, നിയമത്തിൻ്റെ പരിധിക്കകത്ത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാണ് IPC, ഇന്നത്തെ ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ അതിന് ഇത്തരം സമയങ്ങൾ ആവശ്യമില്ല. അത്തരം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് അത്തരം നിയമങ്ങളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇതിൻ്റെ ഒരു ഗുണഭോക്താവാകാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്, വ്യക്തികളെ കാരാഗ്രഹത്തിലടച്ച്, വ്യക്തികളെ നിഹനിച്ച്, വ്യക്തികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ ജീവനെടുത്ത് ഒരു രാഷ്ട്രീയം കളിക്കുന്ന സംവിധാനം കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. PM സുരേഷ് ബാബു, വ്യക്തികളുടെ ജീവൻ എടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാതെയും നടക്കുമ്പോൾ അതിനിവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമമുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്, അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകാവുന്നതേ ഉള്ളൂ. താങ്കളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ ഗുണഭോക്താവാകേണ്ട ആവശ്യമില്ല. താങ്കളുടെ പാർട്ടിക്കും ആ ഗുണം വേണ്ട എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ താങ്കളും ഉണ്ടാകാം. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല എന്നാണ് CPM കണ്ടെത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയെയാണ് പേരെടുത്ത് പറയുന്നത്. ഇതാ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും രാജ്നാഥ് സിംഗും ഭായി കളിക്കുന്നു. അതാണ് RSS പ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ വേണ്ടി CPM നേതാക്കളുടെ മേൽ UAPA ചുമത്തുന്നത്. ഇത്തരം കാര്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങൾ UAPA ചുമത്തിയ വിഭാഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരായതുകൊണ്ട്. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഒരു കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ ആവാഹിച്ചെടുക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല.
നമ്മൾ പൊതുസമൂഹത്തിൽ ചില രാഷ്ട്രീയമായ വ്യതിരക്തത കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണല്ലോ. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പിന്നെ മറ്റ് വ്യക്തികളെപ്പോലെ ഒരു വല്ലാത്ത നിയന്ത്രണമൊന്നും ഞങ്ങളെ രാഷ്ട്രീയ സംവിധാനത്തിലല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഒരു സംവിധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് UAPA, പോട്ട, അതുപോലെയുള്ള കിരാത നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങളുണ്ട്. അത് ചെറുപക്ഷേ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്നതൊക്കെ ആയിരിക്കാം, ഞാൻ അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. അത്തരം നിയമങ്ങളൊന്നും ഇന്ത്യൻ ശിക്ഷയിലെ ഇന്ത്യയുടെ കുറ്റകൃത്യങ്ങളെ കണ്ടെയ്ൻ ചെയ്യാൻ ആവശ്യമില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ് ഞാൻ. ശ്രീ ലാലിനറിയാം, ശ്രീ KK രാഗേഷിന് പ്രത്യേകിച്ചറിയാം, കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഇത്തരമൊരു ഒരു വൈരതിര്യാതനത കോൺഗ്രസിന് ആവശ്യമില്ല. അവിടെ ഷാർപ്പ്ലി ഡിവൈഡഡ് ആണ്. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങൾ CPMൻ്റെതാണ്, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കോൺഗ്രസിൻ്റേതുമാണ്. അവിടെ പരസ്പരം ആരെയെങ്കിലും മത്സരിച്ച് തോപ്പിച്ച് ഞങ്ങൾക്കൊന്നും ജയിക്കാനില്ല, ഇങ്ങനെ വന്നിട്ട് വേറൊന്നും നേടാനുമില്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയം അത് നിങ്ങൾക്ക് നേടാനില്ല. പക്ഷെ അവിടെ CPM-ഉം RSS-ഉമായി ചരിത്രപരമായ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ പോരാട്ടം നടക്കുന്നിടത്ത് UAPA തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായവും താങ്കൾക്കില്ലല്ലോ. താങ്കൾ അവിടെ IPC ആണല്ലോ പറഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? അല്ല, അത് ആ ഒരു കാര്യത്തിന് ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CBI-യുടെ വകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതിന്റെ CBI അല്ലല്ലോ UAPA ചുമത്തിയത്. ആ കേസ് FIR ഇട്ട് അന്വേഷിച്ചത് CBI ഉദ്യോഗസ്ഥരല്ല, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. താങ്കൾക്ക് അറിയാവുന്നതാണ്. അല്ല, അത് ഏത് രൂപത്തിലാണത് വന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ കാര്യത്തിൽ ഇത്തരം കാടൻ നിയമങ്ങളൊന്നും ആവശ്യമില്ല. നിയമപരമായി ഞാൻ തിരിച്ചെത്താം. ഈ അറിവില്ലായ്മ ചിലപ്പോഴൊക്കെ കോൺഗ്രസിനെ രക്ഷിക്കാറുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് ഇങ്ങനെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന അറിവില്ലായ്മ എന്ന് മാത്രം ഞാൻ ഒന്ന് ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ശ്രീ VV രാജേഷ്, ഇനി ഉത്തരം പറയേണ്ടത് ഈ ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നതാണ്. ഒന്ന്, RSS നേതാക്കൾ അമിത്ഷായ്ക്ക് എഴുതിയ കത്ത് ഇന്നലത്തോടുകൂടി നനഞ്ഞു കുതിർന്ന് പോയിട്ടൊന്നുമില്ല, നിങ്ങളെപ്പോലെ ചിലർ നിഷേധിച്ചതുകൊണ്ട് മാത്രം. അതവിടെ തന്നെ ഉണ്ട്. രണ്ടാമത്തത്, ഈ ഉമ്മൻചാണ്ടിയുമായി നടത്തിയ ഗൂഢാലോചനയിലൂടെ UAPA ചുമത്തി കിട്ടിയത് വഴി ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ UAPA തന്നെ വേണം എന്ന് ഇപ്പോൾ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗൂഢാലോചനയുടെ വിജയത്തിൽ എത്താൻ വേണ്ടിയുള്ള നിങ്ങളുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ? ലാല് പറയുന്നത് കേട്ടാൽ തോന്നും ഈ കതിരൂർ മനോജിനെ കൊന്നതും RSS നടത്തിയ ഗൂഢാലോചനയാണ്. എന്തായാലും മനോജ് എന്നൊരു വ്യക്തി കൊല്ലപ്പെട്ടു. അതിൽ നമ്മുടെ ഒരു നിലവിലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് അതിൽ കൃത്യത്തിൽ പങ്കെടുത്തവരെ ഐഡൻറ്റിഫൈ ചെയ്തു, അവരെ കോടതിക്കുള്ളിൽ കൊണ്ടുവന്നു. ഇതിലൊന്നും വേറെ ഗൂഢാലോചന നടന്നിട്ടില്ലല്ലോ. ലാൽ ഇത്തരത്തിലൊന്നും ചർച്ച കൊണ്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതവിടെ നിൽക്കട്ടെ. അരിയൽ ഷുക്കൂറിനെ കൊല്ലപ്പെട്ടല്ലോ. ഷുക്കൂർ BJP പ്രവർത്തനമല്ലോ. ഷുക്കൂർ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. അതിലെങ്ങനെ ശ്രീ ജയരാജൻ പ്രതിയായത്? അതിൽ പ്രതിയായ ശ്രീ P ജയരാജനുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോഴേക്കും ഹൈക്കോടതി ജഡ്ജിമാരെന്താ പറഞ്ഞത്? നാട്ടുരാജാക്കന്മാർ നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അവിടെ BJP ഒരു കക്ഷിയല്ലോ ഒരു സ്ഥലത്തും. എന്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇങ്ങനെ പ്രതിയാവും? ഞാനിപ്പോൾ ഇവിടെ UAPA ചുമത്തേൻ്റെ നിയമവശങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം ഇവിടെ CPM-നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ രാകേഷ് പറഞ്ഞു. അതിലാണ് എൻ്റെ കൂടുതലായിട്ട് ഞാൻ മറുപടി പറയേണ്ടത്. രാകേഷേ, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ തകർക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ സാധിക്കുമായിരുന്നുവെങ്കിൽ 1950 മുതൽ തന്നെ RSS-നെയും BJP-യെയും തകർക്കാൻ വേണ്ടി CPM എന്നുള്ള സംഘടന മാത്രമല്ല, ഭരണ സംവിധാനം ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടല്ലോ CPM-നെയും BJP-യെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട്. എല്ലാവരും തന്നെയാണ് BJP ഇപ്പൊ ചെയ്യുന്നു അവർ പറയുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ UAPA എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ. അല്ല, അവിടെ മറ്റൊരു പോയിന്റിലേക്ക് വരാം. UAPA ചുമത്തത് കേരള പോലീസാണ്. BJP-യും കോൺഗ്രസും തമ്മിൽ ഒരിക്കലും ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമില്ല, നടത്താൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ തന്നെ ഒരുമിച്ച് ചേരാൻ വേണ്ടി ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്നത് CPM കോൺഗ്രസ് കൂടെ. BJP-യെ തകർക്കാൻ അല്ലെങ്കിൽ BJP മാറ്റി നിർത്താൻ വേണ്ടി. അപ്പോൾ BJP-യെ സഹായിക്കുന്ന ഒരു സമീപനവും ഒരിക്കലും രമേശ് ചെന്നിത്തല പബ്ലിക്കായിട്ട് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഒരു BJP-കാരൻ നിയമസഭയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു വരുന്നതിനാണ്, അല്ല CPM പ്രവർത്തനം ജയിച്ചു വരുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ആ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും ഒരിക്കലും തന്നെ BJP-യുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടത്തേണ്ട ആവശ്യമില്ല, നടത്തുകയുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഗൂഢാലോചനയുടെ പ്രശ്നമൊന്നുമല്ല.
ഞാൻ പറയുന്നത് UAPA ചുമത്തിയതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 2 മുതിർന്ന ഹൈക്കോടതി ജഡ്ജിമാർ 2 ദിവസം മുഴുവനും വാദം കേട്ടതിന് ശേഷമല്ലേ പാർലമെന്റ് ആക്രമണവും ഒരു പൗരന്റെ അവകാശത്തിന് മേൽ ആ കണക്കിലേക്ക് വരാം. പാർലമെന്റിൽ അറ്റാക്ക് ചെയ്ത ആളുകളുടെ കണക്ക് ഒന്ന്, അതുപോലെയുള്ള വിഭാഗത്തിൽ പെടുന്ന പ്രവർത്തനങ്ങളാണോ ഇപ്പോ പി ജയരാജൻ പേരിൽ വന്നിട്ടുള്ളത്? ഗൂഢാലോചനയാണല്ലോ വന്നിട്ടുള്ളത്. അത് 120B, അങ്ങ് ഒരു വക്കീലാണല്ലോ, ഈ 120B നടത്താവുന്നതല്ലേ ഉള്ളൂ. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് CPM ഒരു ഭീകര സംഘടനയാണ് വരുത്തി തീർത്തത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്?